ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യദാം ഭാഗ്യദാം ഹസ്താഭ്യാം അഭയപ്രദാം മണിഗണൈനാനാവിധൈർഭൂഷിതാം ഭക്താഭീഷ്ടഫലപ്രദാം ഹരിഹരബ്രഹ്മാദിഭിः സേവിതാം പാർശ്വേ പങ്കജശങ്കപത്മനിധിഭിः യുക്താം സദാ ശക്തിഭിः. ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. കനകധാരാ സ്തോത്രത്തിൻ്റെ 4-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്നിവിടെ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. അമ്മയുടെ കടാക്ഷവീക്ഷണം കൊണ്ട് ഭക്തരായ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടിയ ഈ മഹത്തായ സ്തോത്രം ശങ്കര ഭഗവത്പാദർ ലോകനന്മയ്ക്കായി തന്നെയാണ് നൽകിയത്. അത് യാതൊരു സംശയവുമില്ല. ആ കടാക്ഷത്തെ എപ്പോഴും മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, എപ്പോഴും അമ്മയുടെ ഒരു വീക്ഷണം നമ്മളിലേക്ക് വരണം എന്ന് സ്ഥിരമായി ചിന്തിക്കുമ്പോൾ, എപ്പോഴും അത് നമ്മളിൽ മനനം ചെയ്യുമ്പോൾ അതേപോലെ അമ്മയുടെ ദൃഷ്ടി നമ്മളിൽ പതിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇച്ഛാ ക്രിയാ ജ്ഞാനശക്തി പ്രകാരമായിട്ടുള്ള ശക്തിവിശേഷങ്ങളിലൂടെ നമ്മൾ ഐശ്വര്യം കൊണ്ട് നിറയും. അത് ഉണർത്തുവാനുള്ള ശക്തിമത്തായ മന്ത്രമടങ്ങിയിരിക്കുന്ന സ്തോത്രകൃതി തന്നെയാണ് കനകധാരാ സ്തോത്രം. കനകധാരാ സ്തോത്രത്തിൻ്റെ 4-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്നിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമഃ. ബാഹ്വന്തരേ മധുജിത ശ്രുതകൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാലാ കല്യാണമാവഹതു മേ കമലാലയായ. ബാഹ്വന്തരേ മധുജിത ശ്രുതകൗസ്തുഭേയാ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാലാ കല്യാണമാവഹതു മേ കമലാലയായ. ശ്ലോകം ചൊല്ലുവാൻ എളുപ്പമാണ്. ബാഹ്വന്തരേ മധുജിത ശ്രുതകൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാല 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 കല്യാണമാവഹതു മേ കമലാലയായ. എളുപ്പമാണ്, വാക്കുകൾ ചൊല്ലാൻ എളുപ്പമാണ്, ശ്ലോകം പഠിക്കുവാനും എളുപ്പം തന്നെയാണ്. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കുമ്പോൾ സദാ തൻ്റെ പതിയായ നാരായണനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു മഹാലക്ഷ്മി. ആ കടാക്ഷ വീക്ഷണങ്ങൾ അന്യോന്യം നടക്കുന്നുണ്ട്. അങ്ങനെ മധുജിതനായ മധുകൈഢവന്മാരെ വധിച്ച മധുസൂദനനായ ഭഗവാനായിട്ടാണ് ഇവിടെ നാരായണനെ പറയുന്നത്. മധുകൈഢവന്മാർ ബ്രഹ്മാവിൻ്റെ കർണമലത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. കർണമലം എന്ന് പറയുമ്പോൾ ചെവിയിൽ നിന്ന് അല്ലേ, ചെവി, കർണം, ചെവി. എന്താണ് ചെവിയിലെ മലം എന്ന് പറയുന്നത്? ചെവിക്കായം എന്നല്ല. നമ്മൾ ചെവിയിലൂടെ ഉള്ളിലോട്ട് എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം അല്ലെങ്കിൽ നമ്മുടെ ശാന്തിയെ, അല്ലെങ്കിൽ ഏതൊന്ന് ചെവിയിലൂടെ കയറുമ്പോൾ അത് ഏറ്റവും നീചമായതും അല്ലെങ്കിൽ മോശമായ രീതിയിലും നമ്മുടെ യഥാർത്ഥമായ യുക്തിപരമായി ചിന്തിക്കാൻ കഴിയാത്തണ്ണം രീതിയിൽ നമ്മളെ വികാരോദ്ദീപകമാക്കുന്ന രീതിയിൽ അല്ലേ, നമ്മളെ ഏറ്റവും പ്രശ്നമാകുന്ന സങ്കീർണമാകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ
ചലിപ്പിക്കുന്നുവോ അതൊക്കെ കർണമലങ്ങളാണ്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഏറ്റവും പ്രധാനമായി കാണുന്നത് പരസ്പര വിദ്വേഷങ്ങൾ പറയുന്നതും അന്തിച്ചർച്ചകളിലൊക്കെ നമുക്ക് കാണാം അല്ലേ. എല്ലാത്തിനും ഒരു പരിധിയാണ്. നമ്മൾ ഉള്ളിലോട്ടെടുക്കുന്നതാണ് നമ്മുടെ ശരീരം, നമ്മൾ എന്ന് പറയും. അത് ആഹാരം മാത്രമല്ല, കണ്ണിലൂടെ ഉള്ളിലോട്ടെടുക്കുന്നതും ചെവിയിലൂടെ ഉള്ളിലോട്ടെടുക്കുന്നതും മൂക്കിലൂടെ ഉള്ളിലോട്ടെടുക്കുന്നതും ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം ഉള്ളിലോട്ടെടുക്കുന്നതാണ് മനസ്സിനെ ബാധിച്ച് അത് നമ്മുടെ മനസ്സിനെ വികലമാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മളിപ്പോൾ എല്ലാവരും അറിയാം, എല്ലാവരും യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഓരോ വീഡിയോസിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇന്ന നാളുകാർക്ക് ഇന്ന പ്രശ്നം, ഇന്ന ആൾക്ക് ഇന്ന നാളുകൾ ശോഭിക്കും, ഇന്ന നാളുകാരെ ഉപദ്രവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ, അത് വായിക്കും, അത് കേൾക്കും, വീഡിയോസ് കേൾക്കും. നമ്മുടെ ചിന്തകൾ പോലും ആ രീതിയിൽ വരും. അപ്പോൾ ആ ഉള്ളിലോട്ടെടുക്കുന്ന കർണമലത്തെ ഇല്ലാതെയാക്കണം. എൻ്റെ ചെവി ഭദ്രമായതിനെ കേൾക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഹിതവും സത്യവുമായതും കേട്ടുകൊള്ളട്ടെ, അതിനെ യുക്തിപരമായി വിചിന്തനം ചെയ്യുക. അപ്പോൾ ഹിതമായത് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, ഞാൻ മംഗളകരമായ കാര്യങ്ങൾ കേൾക്കട്ടെ. അപ്പോൾ ആ മംഗളകരമായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന മൂർത്തിയാണ് നാരായണൻ. അങ്ങനെയാണ് കൈടഭന്മാരെന്ന അസുരന്മാരെ സുദർശനം കൊണ്ട് ഇല്ലായ്മ ചെയ്ത യോഗനിദ്ര ഭഗവതിയുടെ അനുഗ്രഹത്തോടുകൂടി ദേവി മഹാത്മ്യത്തിൽ പറയുന്ന കഥയനുസരിച്ച്. അങ്ങനെയുള്ള നാരായണനെയാണ് മഹാലക്ഷ്മി വീക്ഷിക്കുന്നത്. നോക്കൂ, ഭദ്രമായതിനെ കൂടെ മഹാലക്ഷ്മി ഉണ്ടാകും, അവരുടെ അടുത്ത് ഭഗവതിയുടെ വീക്ഷണമുണ്ടാകും. അതുതന്നെയാണ് ആദ്യത്തെ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ബാഹുന്തരേ മധുജിത ശ്രുത കൗസ്തുഭേയം. അങ്ങനെയുള്ള നാരായണൻ്റെ വക്ഷസ്ഥലത്ത് ഒരു കൗസ്തുഭം എന്ന രത്നമുണ്ട് അല്ലേ. ഈ മന്ദരപർവ്വതം അത് കടഞ്ഞെടുത്തിട്ടാണ് അതിൽ നിന്ന് വന്നതാണ് ഈ കൗസ്തുഭ രത്നം എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ മാറിടത്തിൽ പ്രശോഭിക്കുന്നു. ആ ദൃഷ്ടിയിൽ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത്യന്തം മനോഹാരിതമാണ്. മഹാലക്ഷ്മി ഭഗവാന്റെ മുഖത്ത് നോക്കി പിന്നെ വക്ഷസ്സിലേക്ക് നോക്കുമ്പോൾ ആ രത്നം അങ്ങനെ തിളങ്ങി പ്രകാശിക്കുകയാണ്. വലിയ തേജസ്സോട്, ഭഗവാൻ അത്യന്ത തേജസ്സോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഭഗവാൻ ധരിച്ച രത്നവും അതുപോലെ ആ ദിവ്യരത്നവും അതുപോലെ തന്നെ ആരക്തവർണ്ണ പ്രകാശമുള്ളതാണ്. നല്ല ചുമന്ന മാണിക്യത്തിൻ്റെ വലുതായിട്ട് രത്നം ഉണ്ടെങ്കിൽ, അതിൻ്റെ ചുവപ്പിനെ കാട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ഉള്ള കൗസ്തുഭരത്നമായത് പ്രകാശിക്കുന്നു. ആ പ്രകാശധാരയടങ്ങിയ ഭഗവാന്റെ ആ തിരുവുടലിനെ ഭഗവതി ഇങ്ങനെ ആ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് ആ വീക്ഷണം ഇങ്ങനെ നോക്കുകയാണ് ഭഗവാനെ. ആ നോട്ടം ഭഗവാനിൽ തന്നെ പ്രേമത്തെ അല്ലെങ്കിൽ കാമപ്രദോപി എന്ന് പറയുന്നു. ഭഗവാനിൽ തന്നെ കാമപ്രദമാകുന്നു, അല്ലെ ഭഗവാനിൽ തന്നെ എന്താണ്, ഭഗവാനിൽ കാമപ്രദമാകുന്നു, ഭഗവാനിൽ ആ പ്രേമഭാജനമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭഗവതിയുടെ നോട്ടം ഹരിനീലമയി വിഭാതി എന്നാണ്. അപ്പം ആ രക്തവർണ്ണമായ കൗസ്തുഭരത്നത്തിൽ ഭഗവതിയുടെ ആ കണക്കണ്ണ് വരുമ്പോൾ ഇന്ദ്രനീലക്കല്ലിൻ്റെ പ്രകാശം എപ്പോഴും വന്ന് തട്ടിയും മാറിയും വന്ന് പതിച്ചും പിന്നെ മാറിയും സൂര്യരശ്മികൾ വന്ന് പതിക്കുന്ന പോലെ ഇന്ദ്രനീലത്തിൻ്റെ രശ്മികൾ വന്ന് ഭഗവാന്റെ ശരീരത്തിൽ വന്ന് ഇങ്ങനെ ആ പതിക്കുകയും തിരിച്ചു വരികയും എന്ന രീതിയിൽ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ തുടർച്ചയായൊരു ഫ്ലോ എന്ന് ആ നോട്ടം കാണുമ്പോൾ ശങ്കര ഭഗവത്പാദരൻ ആ ഒരു നോട്ടത്തിനെ ഹാരമായിട്ടാണ് പറയുന്നത്. ഒരു ഹാരം, ഹരിനീലമയീ വിഭാതി എന്ന് പറഞ്ഞു. എന്താണ്, തുടർച്ചയായ നോട്ടത്തെ ഹരിനീലമായ ഹാരമായി ഭഗവതിയുടെ നോട്ടത്തെ ശങ്കര ഭഗവത്പാദർ പറയണം. അപ്പോൾ ആ ഇന്ദ്രനീലപ്രഭയുള്ള ആ ഹാരം ഭഗവാനുമേൽ പതിക്കുമ്പോൾ കടാക്ഷമാല, ആ കടാക്ഷമാല ഇങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഹാരം, ആ കടാക്ഷമാല ഭഗവാനിൽ പതിക്കുമ്പോൾ ഭഗവാന് കാമപ്രദമായി വരുമ്പോഴും ആ കടാക്ഷമാല നമ്മളിൽ പതിക്കുമ്പോൾ നമുക്ക് മംഗളത്തെ, കല്യാണത്തെ നൽകുമാറാകട്ടെ എന്ന് പറയുന്നു. എന്താണ് ഈ കാമപ്രദം എന്ന് അവിടെ പറയുന്നത്? നമ്മൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഭാവഭേദങ്ങളൊന്നും നമ്മൾ ദേവതകളിൽ ഉണ്ട്. എന്നാലും അങ്ങനെ മനുഷ്യ തലത്തിൽ നിന്ന് അവരെ
നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുതെന്ന് പറയും. ഒരിക്കലും. കാരണം ഇവിടെ ഇതൊക്കെ ഓരോ സിംബോളിസം കാണിക്കുന്നുണ്ട്. മഹാലക്ഷ്മി എന്ന് പറയുന്നത് റിസൾട്ടാണ്. ആ റിസൾട്ട് ഫ്രൂട്ട്ഫുൾ ആകുന്നത് നമ്മുടെ സാധനയാണ് മഹാലക്ഷ്മി. മഹാലക്ഷ്മി സാധനയും ആ സാധന കൊണ്ട് നമ്മുടെ കർമ്മമാവുന്ന മഹാവിഷ്ണു ഭഗവാൻ കർത്തവ്യത്തിലാണ്. മഹാവിഷ്ണു കരങ്ങൾ മഹാവിഷ്ണു വിഷ്ണു ബാഹുഭ്യാം എന്നാണ് പറയുന്നത്. കൈകൾ വിഷ്ണു. കർമ്മനിരതയെ കാണിക്കുന്നത് മഹാവിഷ്ണു. ലോകത്തിൻ്റെ വ്യവഹാരമായ കാര്യങ്ങളൊക്കെ നടത്തുന്നതും അഡ്മിനിസ്ട്രേഷൻ ഇവൻ പരിപാലനം മഹാവിഷ്ണുവിൻ്റെ കർത്തവ്യമാണ്. അപ്പം കർമ്മത്തെയാണ് അത് പ്രതിപാദിക്കുന്നത്. ആ കർമ്മത്തിലേക്ക് ആ കർമ്മം സാധന അതിൽ ചേരുമ്പോൾ, അല്ലെ സാധനയാകുന്ന കടാക്ഷമാല കർമ്മത്തിൽ വീഴുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഐശ്വര്യം ഉണ്ടാകും. എപ്പോഴാണോ കർമ്മത്തെ സാധന കൊണ്ട് പുണരുവാൻ സാധിക്കുന്നത്, മഹാലക്ഷ്മിയാകുന്ന സാധന കൊണ്ട് ആ കർമ്മത്തെ പുണരുവാൻ സാധിക്കുന്നത്, അപ്പോൾ എല്ലാവിധ ദൗർഭാഗ്യങ്ങളും ഇല്ലാതായി സൗഭാഗ്യങ്ങളുണ്ടായി അവിടെ മംഗളം ഭവിക്കും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ കാണിക്കുന്നത്. ഇപ്പം കാമപ്രദമെന്ന് ആ കർമ്മത്തെ ഉണരുന്നത് അവിടെ ആ സാധനയാകുന്ന ഫ്യൂവൽ അവിടെ എത്തുമ്പോഴാണ്. സാധനയാണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയെ ആ നാരായണൻ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ അതേപോലെ ആ സാധന, ആ തപസ് വേണം. ആ തപസ് അത്യന്തം ഏറ്റവും പ്രധാനമായ തനിക്ക് ഹിതകരമായൊരു ലക്ഷ്യമായി വരണം എന്ന രീതിയിൽ പറയുന്നതാണ് ആ തപസ്. അപ്പോൾ ആ സാധന എപ്പോഴാണോ കർമ്മത്തെ പുണരുന്നത്, ആ സാധനയുടെ കടാക്ഷം ആ കർമ്മത്തെ പുണരുമ്പോൾ അവിടെ ഐശ്വര്യമുണ്ടാകും. തീർച്ചയായിട്ടും കർമ്മം പുഷ്ടിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലവും ഉണ്ടാകുന്നത് പറയുന്ന പോലെ സാധന ആ കർമ്മമാകുന്ന നാരായണൻ, അല്ലെ നാരായണനാകുന്ന നമ്മുടെ ഈ കർമ്മവാസന ഇതിൽ ഉണരുമ്പോൾ തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങളുണ്ടാവും. അങ്ങനെ ആ സൗഭാഗ്യങ്ങൾക്ക് പറയും നമ്മുടെ കഠിനാധ്വാനമൊക്കെ പറയുന്നു. ചില അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് നമുക്കൊരിക്കലും എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൽ നമുക്ക് ഈ നമ്മുടെ കഠിനാധ്വാനം കൊണ്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിലൊക്കെ എവിടെയാണ് ഭഗവതിയുടെ ശരണാഗതി, ഭഗവതിയെ ആശ്രയിക്കാൻ. അപ്പോൾ ആദ്യമേ ഭഗവതി തന്നെയാണുള്ളത്. ഈ മായ എന്താണെന്ന് ഭഗവതി കാണിച്ചു തരുമ്പോൾ ആ അവസരത്തിൽ അമ്മയുടെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക. ആ കടാക്ഷം ഭഗവതി അമ്മ നാരായണനിലേക്ക് വിടുന്ന ആ കടാക്ഷമുണ്ടല്ലോ, ആ കടാക്ഷമാല എനിക്ക് അമ്മേ മംഗളത്തെ നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുക, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പോൾ മഹാലക്ഷ്മി കടാക്ഷിക്കും, അനുഗ്രഹിക്കും, കർമ്മം പുഷ്ടിപ്പെടും, സൗഭാഗ്യമുണ്ടാകും. ഇതാണ് 4-ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു ഭാവാർത്ഥമായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. ബാഹ്വന്തരേ മധുജിതശ്രുത കൗസ്തുഭേയ ഹാരാവലീവ ഹരിനീലമയീ വിഭാതി കാമപ്രദാ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായ. ഓം തത്സത്.